ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമദേവഹിതം യദായുഃ ഭദ്രം नो അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. മാണ്ഡൂക്യ ഉപനിഷത്തിലെ 10ാമത്തെ മന്ത്രം. സ്വപ്നസ്ഥാന തൈജസ ഉകാരോ ദ്വിതീയാ മാത്രോത്കർഷാദുഭയത്വാദ്വാ ഉത്കർഷതിഹ വൈജ്ഞാനസന്തതിം സമാനശ്ച ഭവതി തസ്നാസ്യാ ബ്രഹ്മവിത് കുലേ ഭവതി യ ഏവം വേദ. സ്വപ്നസ്ഥാന, സ്വപ്നമാകുന്ന അവസ്ഥയോടുകൂടിയ സ്ഥാനത്തോടുകൂടിയ തൈജസൻ, തൈജസൻ ഉത്കർഷത്താലോ ഉഭയത്വത്താലോ രണ്ട് വശത്തും ചേരുന്നത് കൊണ്ടോ ദ്വിതീയ മാത്ര, രണ്ടാമത്തെ മാത്രയായ ഉകാരമാകുന്നു. ഏവം വേദ, ഇപ്രകാരം അറിയുന്നുവോ, സ അവൻ ജ്ഞാനസന്തതിയെ, അറിവാകുന്ന സന്തതിയെ ഉത്കർഷതി ഉത്കർഷിക്കുന്നു. സമാനം ച ഭവതി, സമാനനായിട്ടും മിത്രങ്ങൾക്കും ശത്രുക്കൾക്കും ഒരുപോലെ സുഹൃത്തായിരുന്നിട്ടും സുഹൃത്തായും ഭവിക്കുന്നു. അസ്യ കുലേ, ഇവൻ്റെ കുലത്തിൽ ബ്രഹ്മവിത്ത് അല്ലാത്തവൻ, ബ്രഹ്മജ്ഞാനം ബ്രഹ്മം അറിയാത്തവൻ ഭവതി ഉണ്ടാവുകയില്ല, ബ്രഹ്മത്തെ അറിയാത്തവൻ ഉണ്ടാവുകയില്ല. സ്വപ്നമാകുന്ന സ്ഥാനത്തോടുകൂടിയ തൈജസൻ എന്ന് പറയുന്ന ആത്മാവ് ഓങ്കാരത്തിൻ്റെ രണ്ടാമത്തെ മാത്രയായ ഉകാരം ആകുന്നു. തൈജസനും ഉകാരത്തിനും തമ്മിലുള്ള സാദൃശ്യം രണ്ടിനും ഉത്കർഷം ഉണ്ടെന്നുള്ളതാണ്. ഉത്കർഷം എന്ന് പറഞ്ഞാൽ വർദ്ധിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഉകാരം അകാരത്തേക്കാൾ ഉത്കൃഷ്ടമെന്ന പോലെയാണല്ലോ പാഠക്രമമനുസരിച്ച് തോന്നുന്നത്. അതുപോലെ തൈജസൻ വിശ്വനേക്കാളും ഉത്കൃഷ്ടനാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സ്ഥൂലാഭിമാനിയായ വൈശ്വാനരനേക്കാൾ സൂക്ഷ്മാഭിമാനിയായ തൈജസന് ഉത്കർഷം യുക്തം തന്നെയാണ്. ഉഭയത്വത്തെയും സാധർമ്മ്യമായി പറയാം. ഉഭയത്വം എന്നാൽ രണ്ടു വശത്തും ചേരുകയാകുന്നു. ഉകാരം അകാരത്തിൻ്റെയും മകാരത്തിൻ്റെയും മധ്യത്തിലായിരിക്കുന്നത് പോലെ തൈജസൻ വൈശ്വാനര പ്രാജ്ഞന്മാരുടെ മധ്യത്തിലാകുന്നു. ഇപ്രകാരം തൈജസൻ ഉകാരമാണെന്നറിയുന്നവൻ ജ്ഞാനമാകുന്ന സന്തതിയെ വർദ്ധിപ്പിക്കുന്നു. മിത്രങ്ങളെന്ന പോലെ ശത്രുക്കളും അവനെ ദ്വേഷിക്കുകയില്ല, സ്നേഹത്തോടുകൂടെ പെരുമാറും. അവൻ്റെ കുലത്തിൽ ബ്രഹ്മവിത്തല്ലാത്തവൻ ഉണ്ടാകുകയും ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ വൈശ്വാനരനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈ 10ാമത്തെ മന്ത്രത്തിൽ സ്വപ്നസ്ഥാനത്തിരിക്കുന്ന തൈജസനെയാണ് പറയുന്നത്. തൈജസൻ ഉകാരമാകുന്ന മാത്രയാകുന്നു. ആ ഉകാരത്തിനും തൈജസനും സാമ്യം ഉണ്ട്. ആത്മാവിൻ്റെ പാദവും ഓങ്കാരത്തിൻ്റെ രണ്ടാം മാത്രയും ഒരേപോലെ ഉണ്ട് എന്ന് മാത്രമല്ല, ഇതിന് രണ്ടും വർധന ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കാൻ കഴിയും, അറിവിനെ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അതേമാതിരി തന്നെ എല്ലാവരും മിത്രങ്ങൾ എന്ന പോലെ പെരുമാറും. ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെ മിത്രമായി കണക്കാക്കുകയും ചെയ്യും. ഇവൻ്റെ കുലത്തിൽ തൈജസൻ്റെ ഉകാരമാത്രയുടെ ആത്മാവിൻ്റെ പാദത്തിലും ആത്മാവിലും
ബ്രഹ്മത്തെക്കുറിച്ച് അറിയാത്ത വ്യക്തികൾ ആ കുലത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്.